തൃശൂർ ചേലക്കരയിൽ കൂട്ടാത്മഹത്യാശ്രമം 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മേപ്പാടം കൊൽപ്പുറത്ത് വീട്ടിൽ അന്നിമയാണ് മരിച്ചത്. അമ്മ ശൈലജയും മകൻ 4 വയസ്സുള്ള അക്ഷയും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശൈലജയുടെ ഭർത്താവ് പ്രദീപ് 2 ആഴ്ച മുൻപ് മരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ കുട്ടിയുടെ അച്ഛൻ 2 ആഴ്ച മുമ്പേ മരണപ്പെട്ടു. ആ കുട്ടിയുടെ കുടുംബം അതിൽ അതീവ ദുഃഖിതരാണ്. പെട്ടെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ അമ്മയും 2 മക്കളെയും കൂട്ടി അവർ വിഷം കഴിച്ചു. ആശുപത്രിയിലെത്തിയ ഉടനെ മൂത്ത കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അണിമ KP എന്ന കുട്ടി മരണപ്പെട്ടു. അമ്മയെയും കുട്ടിയെയും താഴെയുള്ള LKGയിൽ പഠിക്കുന്ന കുട്ടിയെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും. തൃശ്ശൂരിൽ നിന്ന് സൂരജ്, അങ്ങേറ്റം ദാരുണമായ ഒരു വാർത്തയാണല്ലോ ചേലക്കരയിൽ നിന്ന് വരുന്നത്. എന്താണ് സംഭവിച്ചത് സൂരജ്? വിജയകുമാർ, എന്തായാലും ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഈ ചേലക്കരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. വീട് തുറക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഈ വിഷം കഴിച്ച നിലയിൽ ഈ കുടുംബ അംഗങ്ങളെ കണ്ടെത്തുന്നത്. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ 6 വയസ്സുകാരി മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ചേലക്കര മേപ്പാടത്ത് കോൽപ്പുറത്താണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മരിച്ചത് അനിമ എന്ന് പറയുന്ന 6 വയസ്സുകാരിയാണ്. അമ്മ ശൈലജ, അതോടൊപ്പം തന്നെ സഹോദരനായിട്ടുള്ള 4 വയസ്സുള്ള അക്ഷയ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ ശൈലജയുടെ ഭർത്താവ് 2 ആഴ്ചക്ക് മുമ്പ് മരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മരിച്ച ഭർത്താവിന്റെ ചടങ്ങുകളടക്കം 16-ാം ദിവസമുള്ള ചടങ്ങുകളടക്കം കഴിഞ്ഞ ദിവസമാണ് ഈ പൂർത്തിയാക്കിയത്. അതിനുശേഷം കുടുംബം തീർത്തും വിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വാതിലടക്കം തുറക്കാത്ത സാഹചര്യത്തിൽ നാട്ടുകാരെത്തി പരിശോധന നടത്തുന്ന സമയത്താണ് ഈ വിഷം കഴിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. എന്തായാലും അമ്മയും മകനും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. വിജയകുമാർ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.